നമസ്കാരം, ഫിറോസ് ആണ്. കാസ്കര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടാക്സി യൂസിന് പറ്റിയ ഒരു വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടാക്സി യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്ഥിര വരുമാനത്തിന് വേണ്ടി ഓടിക്കുന്നവരുണ്ട്. അതല്ലാതെ വേറൊരു സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ട് സൈഡ് ഏണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് അത് മറ്റുള്ളവരെ ഓടിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികൾ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വാഹനം വേറെ ഒന്നുമല്ല, നമ്മുടെ മാരുതിയുടെ ഡിസയർ ടൂറസ് CNG ആണ് വരുന്നത്. നമുക്ക് ഡിസയർ ടൂറസിൽ 2 ഫ്യൂൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഈ പറയുന്ന CNG എന്നൊരു മോഡലും വരുന്നുണ്ട്, ഒപ്പം തന്നെ പെട്രോൾ ഓൺലി മോഡൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു CNGയുടെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,50,000 ആണ് ഓൺ റോഡ് പ്രൈസ് കേരള വരുന്നത്. അതുപോലെ തന്നെ പെട്രോൾ ഓൺലി മോഡലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,50,000 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ സ്ഥിര വരുമാനത്തിന് ഓടുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റിന്റെ CNG മോഡലാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മോഡൽ. കാരണം അത്യാവശ്യം മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ലാഭമായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. നിങ്ങളൊരു ഹോട്ടലോ റിസോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഗസ്റ്റുകളെ നിങ്ങൾക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അത്തരം വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അതായത് ടൂർ എസ് എന്ന മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ള പെട്രോൾ ഓൺലി മോഡലായിരിക്കും, കാരണം അത് ഓട്ടം കുറവായിരിക്കും. ഡിസയർ എന്ന് പറഞ്ഞ ഈ മോഡലിന് ശരിക്കും പറഞ്ഞാൽ വേറെ കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഹ്യുണ്ടായുടെ ഓറ എന്നൊരു മോഡൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഓറ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വളരെ കോമ്പാക്റ്റ് ഒരു മോഡലാണ് ഡിസയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് കുറച്ചുകൂടി ഒതുങ്ങിയ ടൈപ്പാണ് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും കുറച്ച് കുറവാണ്. നമ്മൾ സ്പേഷ്യസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ സർവീസിന്റെ ബാക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഡിസയർ ടൂറിന്റെ മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സോ ആരെങ്കിലും ഈ പരിചയക്കാരെങ്കിലും ഈ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഡിസയർ ടൂറസ് CNG എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. കാഴ്ചയിൽ നമുക്ക് CNG ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതായത് വിൻഷീൽഡിൽ വരുന്ന CNG എന്നുള്ള സ്റ്റിക്കറിംഗ് ഒഴികെ ബാക്കി എല്ലാം സെയിം ആണ് വരുന്നത്. അപ്പോൾ ഇൻഫാക്ട് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ മോഡൽ ഡിസയർ ഇറങ്ങിയ സമയത്ത് മാരുതി ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ടൂർ എസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇതിനുള്ള ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പിന്നീട് അത് തിരുത്തി അവർ ഡിസയർ ടൂർ എന്ന് പറഞ്ഞ മോഡൽ ഇതിൽ ഇറക്കുകയും അത്യാവശ്യം വൻ വിജയമാവുകയും എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം ബൾക്ക് ഓർഡേഴ്സ് ഒക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഡീലർഷിപ്സിൽ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു പുതിയ ഡിസയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഡിസയർ വെച്ച് അപേക്ഷിച്ച് സ്വിഫ്റ്റായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു തവണ മാരുതി ഈ വാഹനത്തിനെ നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ ഏത് ജനറേഷൻ എടുത്തു കഴിഞ്ഞാലും 3 ജനറേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് സ്വിഫ്റ്റിൻ്റെ വാൽ വെച്ച രീതിയിലുള്ള ഡിസൈനിലാണ് ഈ വാഹനത്തിന് ഇറക്കിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ ഭംഗി തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈറിനെ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ വശത്തേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രിൽ സെറ്റപ്പാണ് വാഹനത്തിന് നമ്മൾ പെട്ടെന്ന് എടുത്ത് കാണുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ആണ് ഗ്രില്ലിന് നൽകിയിരിക്കുന്നത്. അതും ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ എയർ ഡാംസും സെറ്റപ്പുകളും കൊടുത്തിരിക്കുന്നത്. 2 ഹോൺസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പർ ഗ്രില്ല് വരുമ്പോൾ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതിന് സെൻട്രലായിട്ടാണ് സുസുക്കിയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഹെഡ് ലാമ്പ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള മനോഹരമായിട്ടൊരു ഹെഡ് ലാമ്പാണ് വരുന്നത്. പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റായിട്ട് കണക്ഷൻ വരുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഈ തവണ നോക്കുകയാണെങ്കിൽ വളരെ സ്ലീക്കായിട്ട് എന്നാൽ വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ഹാലജൻ പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വരുന്നത്. ആൻഡ് ഇൻഡിക്കേറ്ററും പാർക്ക് വരും, അതും ഹാലജൻ ടൈപ്പാണ് വരുന്നത്. ആൻഡ് നമുക്ക് ബമ്പറിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നു. അതിന് ബമ്പറിൻ്റെ 2 സൈഡിലായിട്ട് മടിയിലേക്ക് ഇറങ്ങിയ രീതിയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു സ്പോർട്ടി ഫീലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇനി ഒരു മോഡലിലെ സൈഡ് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടയർസിലേക്ക് വരുമ്പോൾ 165, 80, 14 സൈസ് ടയർസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും സ്റ്റീൽ റിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു ബേസ് മോഡലാണ് അവിടെ സ്റ്റീൽ റിംസ് വരത്തുള്ളൂ. അതും സിൽവർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹബിൻ്റെ ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ സ്പെയർ വീലും വരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം തിരക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഡോർ ലിവേഴ്സ് എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മിറേഴ്സ് വരുമ്പോൾ നമുക്കതും ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റഡ് അല്ലാത്ത ഡോർ ലിവേഴ്സും അതുപോലെ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെയിൻറ്റ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് ഈ പറഞ്ഞ പുതിയ വാഹനം ഇറക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് മിറേഴ്സ് വരുമ്പോൾ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് കൈകൊണ്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വാഹനം കൊണ്ട് എടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി ഒരു വാഹനത്തിൻ്റെ ആൻറ്റിന് നോക്കുന്നില്ല കൺവെൻഷൻ ടൈപ്പ് അല്ല, നമുക്ക് മറിച്ചൊരു ഷാർഫിൻ ആൻറ്റിനെ നൽകിയിരിക്കുന്നത്. ബേസ് മോഡലായിട്ട് പോലും ഷാർഫിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയർ വിൻഷീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫോഗർ ലൈൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ CNG സ്റ്റിക്കറിങ് നൽകിയിരിക്കുന്നു. ആൻഡ് LED സ്റ്റോപ്പിംഗ് ലാമ്പാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ ബൂട്ടിലായിട്ട് ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് കുറച്ചുകൂടി മിഡ് വേരിയൻസ് അല്ലെങ്കിൽ ടോപ്പ് വേരിയൻസിലേ കാണാറുള്ളൂ. ബട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ഈ ഒരു ലിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ബൂട്ടിലായിട്ട് ഒരു മാറ്റ് ഫിനിഷിലൊരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ടൈൽ ലാമ്പ് യൂണിറ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ LED ആൻഡ് ഹാലോജൻ കമ്പൈൻഡ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് LED ഒരു പാർക്ക് ലാമ്പ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആകൃതിയിൽ നൽകിയിട്ടുണ്ട്. റിഫ്ലക്ടറും എല്ലാം അതിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഹാലോജനിലാണ് വരുന്നത്. 4 സെൻസേഴ്സും നൽകിയിട്ടുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്.
നമുക്ക് അതുപോലെ ബാക്കിൽ എന്തെങ്കിലും ആക്സറീസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബമ്പറിൽ അടിയിലായിട്ടൊരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. 352 ലിറ്ററാണ് ശരി വാഹനത്തിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പെട്രോൾ ഓൺലി മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് CNG വരുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ചെറിയ ബാക്ക് പാക്സിൽ ചെറിയ പെട്ടികൾ മാത്രമേ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ടാങ്ക് വരുമ്പോൾ 55 ലിറ്റർ വാട്ടർ ഈക്വലൻ്റ് കപ്പാസിറ്റിയാണ് ഈ ഒരു മോഡലിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പെട്രോളിൻ്റെ കപ്പാസിറ്റി നോക്കിയാൽ 37 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഷട്ട് ഓഫ് വാൽവ് ഉണ്ട്. എന്തെങ്കിലും എമർജൻസി കയറി വരണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു വാൽവാണ് വരുന്നത്. ബ്രേക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ വരുമ്പോൾ ഡ്രം ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സും ബാക്കിലേക്ക് വരുമ്പോൾ ടോർഷൻ വിത്ത് കോയിൽ സ്പ്രിങ്സ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഫെൻട്രലായിട്ടാണ്, അതും ഹാലോജൻ ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ മോഡലിലെ റിയർ പാസഞ്ചേഴ്സിൻ്റെ സീറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പാസഞ്ചേഴ്സിനും 3 സീറ്റ് ബെൽറ്റ്സ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ടൈപ്പാണ്. അതും 2 പാസഞ്ചേഴ്സിന് മാത്രമേ നൽകിയിട്ടുള്ളൂ. നടക്കത്ത ആളുടെ കഴുത്തിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ടായിരിക്കാം നടക്കിൽ ഹെഡ് റെസ്റ്റ് അവർ ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഫിക്സർ പോലും കൊടുത്തിട്ടില്ല. ആൻഡ് ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിനാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിരുന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ടും നമുക്ക് ആവറേജിന് മുകളിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കംഫർട്ടാണ് ഈ സീറ്റ്സ് നൽകുന്നത്. അതിൻ്റെ ക്യാബിൻ ലാമ്പ് നോക്കി നമുക്ക് സെൻട്രൽ മാത്രമായിട്ടാണ് വരുന്നത്. അതും ഹാലോജൻ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ISOFIX ആങ്കറേജ് ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ബാക്കിലായിട്ട് ഇവിടെ ഒരു പാനിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുണ്ടും ഡ്രൈവർ സൈഡിൻ്റെ സ്റ്റിയറിംഗിൻ്റെ സൈഡിലാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് റിയറിൽ പാസഞ്ചറിന് വരുന്ന ഈ ഒരു സി പില്ലറിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഡോർ പാഡ്സ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഡുവൽ ടോൺ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് ബീജാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് ആംബ്രസ്റ്റൊന്നും വരുന്നില്ല. ഫ്രണ്ടും ബാക്കിൽ നമുക്ക് ഈ പറഞ്ഞ പവർ വിൻഡോസ് വരുന്നുണ്ട്. റിയർ പവർ വിൻഡോസ് സ്വിച്ച് വരുന്നു. അതിൻ്റെ ബോട്ടിൽ ഹോൾഡറും ചെറിയ പോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലെ കോട്ടയുടെ ഡോർ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ സെയിം തന്നെ ഒരു ബ്ലാക്ക് വിത്ത് ബീച്ച് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മാക്സിമം സ്പീഡ് 80 കിലോമീറ്റർ എന്നത് ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫാക്ടറിയിൽ നിന്ന് തന്നെ സ്പീഡ് കൗണ്ടർ ഫിറ്റ് ചെയ്തിട്ട് വരുന്ന മോഡലാണ്. അതുകൊണ്ടാണ് 80 കിലോമീറ്റർ മേളിൽ പോകാൻ സാധിക്കില്ല. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഫാബ്രിക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് റിയറിൽ പ്ലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ മാത്രം ഫാബ്രിക് ഈ ഒരു പോർഷനിൽ വരുന്നുള്ളൂ. പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു പോക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ 2 ഡോസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. സ്പീക്കേഴ്സ് എല്ലാം കൊടുക്കാനുള്ള പ്രൊവിഷൻ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ബലേനോയുടെ യാതൊരു ഫീച്ചേഴ്സും കാര്യം ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അതൊരു വലിയൊരു കാര്യം തന്നെ. കാരണം നമ്മൾ ബലേനോ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഗ്രാൻഡ് വിറ്റാരയിലും അതുപോലെ തന്നെ ഫ്രോങ്സിലെല്ലാം ബലേനോയുടെ കുറേ ഘടകങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ മാരുതി ഇതിൽ മാത്രം അങ്ങനെ ചെയ്തില്ല. സ്വിഫ്റ്റിലും അതുപോലെ തന്നെ ഡിസൈനിലും ചെയ്തില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെയിം ബ്ലാക്ക് വിത്ത് ബീച്ച് ഇന്റീരിയറാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഡാഷ്ബോർഡിലും കാണാം. ഇവിടെ വെച്ച് ചെറിയ ടെക്സ്ചർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. AC വെൻസിൻ്റെ എല്ലാം ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഗ്ലൗ ബോക്സ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ സാമാന്യം തിരക്കില്ലാത്ത ഒരു ഗ്ലൗ ബോക്സ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ആക്സറീസിൽ നിങ്ങൾക്ക് പല ഐറ്റംസ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവർ നൽകുന്നുണ്ടാവും. ആൻഡ് ഇൻഫോടൈം സിസ്റ്റം നമുക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാരുതിയുടെ തന്നെ ആക്സറീസിൽ വരുന്നുണ്ട്. അതുകൂടാതെ തേർഡ് പാർട്ടി ഫിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. AC-യുടെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന ടോഗിൾ സ്വിച്ചസും കൊടുത്തിട്ടുള്ള ഒരു AC കൺട്രോൾ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ആൻഡ് മാക്സ് AC എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഹനം തണുക്കുന്നതായിരിക്കും. ആൻഡ് സെൻട്രൽ കൺസോളിലായിട്ട് ഒരു വലിയ പോക്കറ്റ് ഉണ്ട്. നമുക്ക് ഫോണോ അല്ലെങ്കിൽ വയർലെസ് എല്ലാം കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഓക്സോ അല്ലെങ്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടില്ല. പകരം നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ചെറിയ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ആൻഡ് സൺവൈസർ വരുമ്പോൾ പ്ലെയിൻ സൺവൈസറാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ തന്നെ വരുന്നത്. IRV വരുമ്പോൾ ഡിമ്മിങ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ടൈപ്പാണ്. ഡ്രൈവർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സീറ്റ്സ് വരുമ്പോൾ നമുക്ക് ഫോർവേഡ് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് സ്ലൈഡ് ചെയ്യാനും റിക്ലൈൻ ചെയ്യാനും ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് വന്നിട്ട് ടോട്ടൽ സീറ്റ്സ് കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 2 നമുക്ക് ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഷോൾഡർ സപ്പോർട്ട് തൈ സപ്പോർട്ട് നൽകുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് 2 സീറ്റ്സിന് നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ആൻഡ് ഫുൾ ഫാബ്രിക് ഇൻസൈഡ്സിലാണ്, അത് ബീച്ച് കളറിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. ആൻഡ് ഡ്രൈവറിൻ്റെ ഡോർ പാഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ സെൻട്രൽ ലോക്കിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് വരുമ്പോൾ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സെയിം തന്നെ കോട്ടയോണ്ട് കണ്ട പോലെ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലും ഒരു ഫാബ്രിക് ഇൻസൈഡ് വരുന്നുണ്ട്. ആൻഡ് വലിയൊരു പോക്കറ്റും ബോട്ടിൽ ഹോൾഡറും നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് ലെവലിങ്ങിൻ്റെ റോട്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ്റെ ESPയുടെ ഒരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഫുഡ് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫുഡ് റെസ്റ്റും കൂടി അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വരുമ്പോൾ ടിൽറ്റബിൾ ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷിൽ സുസുക്കിയുടെ ലോഗോ ചുറ്റും ഒരു സ്റ്റീൽ എലമെൻറ്റ് നൽകിയിട്ടുണ്ട്.
ആൻഡ് ഇൻസ്ട്രുമെന്റ് കൺസോൾ വരുമ്പോൾ സെൻട്രലായിട്ട് ഒരു മോണോക്രോമാറ്റിക് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിലാണ് നമുക്ക് CNGയുടെയും പെട്രോളിൻ്റെ എല്ലാം അളവ് കാര്യങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ടൈം, ടെമ്പറേച്ചറുകളിലെല്ലാം ഇത് തന്നെ കാണിക്കുന്നത്. സ്പീഡോമീറ്ററും അതുപോലെ തന്നെ RPM മീറ്ററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം അനലോഗിലാണ് വരുന്നത്. ആൻഡ് ഈ മോഡലിൻ്റെ കീ എന്ന് പറയുമ്പോൾ നമുക്ക് റിമോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കീ ആണ് വരുന്നത്. ഇതാണ് സാധാരണ നമ്മൾ സുസുക്കിയിൽ കാണുന്ന ആ ഒരു ടൈപ്പ് കീ ആണ് വരുന്നത്. രണ്ടിൽ നമുക്ക് റിമോട്ട്സ് അവൈലബിൾ ആണ്. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1120cc Z12V സീരീസിൽ വരുന്ന പുതിയ 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പെട്രോളിയം മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 82 PS അതുപോലെ തന്നെ 112 എന്ന ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി CNGയിലേക്ക് വരുമ്പോൾ 70 PS 102 എന്ന ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കിലോമീറ്റർ മൈലേജ് കാര്യം നോക്കുകയാണെങ്കിൽ 26 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി ഇന്ധനക്ഷമത പറയുന്നത്. അത് പെട്രോൾ മോഡലാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ CNGയിലേക്ക് വരുമ്പോൾ 36 കിലോമീറ്ററാണ് ഒരു കിലോത്തിന് ഈ ഒരു മൈലേജ് പറയുന്നത്. ആൻഡ് ഈ ഒരു മോഡലിന്റെ സേഫ്റ്റി കാര്യം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ് സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിന് സ്റ്റാൻഡേർഡ് നൽകുന്നത്. ഒപ്പം തന്നെ ABS വിത്ത് EBD വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് റിയർ ഡീഫോഗർ വരുന്നുണ്ട്, ISOFIX ആംഗ്രി ഫെസിലിറ്റി വരുന്നുണ്ട്. ആൻഡ് സീറ്റ് ബെൽറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീടെൻഷൻ വിത്ത് ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഇനി CNG മോഡലാണെങ്കിൽ CNGയിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ആ ഒരു ഷട്ട് ഓഫ് വാൽവ് വരുന്നുണ്ട്. അതെല്ലാം CNG വണ്ടികൾക്കും ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇനി ഈ ഒരു മോഡലിന് സ്റ്റാൻഡേർഡ് നൽകിയിരുന്ന വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ മാരുതി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് എന്ന മോഡൽ നമുക്ക് ഒറ്റ കളർ ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. പേൾ ആർട്ടിക് വൈറ്റ് എന്ന ഒറ്റ കളർ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വാഹനം പർച്ചേസ് ചെയ്യാനോ ടെസ്റ്റ് ഡ്രൈവിന് ബുക്ക് ചെയ്യാനോ നോക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലിക്കോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത്, അതായത് ഈ ഒരു വാഹനം വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോവുമായി കാണും വരെ, അല്ലെങ്കിൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.